ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഉരുളൻകിഴങ്ങും വെണ്ടയ്ക്കും വെച്ചിട്ട് അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മാത്രമാണ് ഞാനത് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഉരുളൻകിഴങ്ങും ഒരു 10-15 വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് കട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം കടുക് പൊട്ടിച്ച് കൊടുക്കണം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 2 പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ ചെറുതാക്കി ചെറിയ പീസാക്കിയിട്ട്, അതായത് മീഡിയം സൈസിലാക്കി വെച്ച ഉരുളൻകിഴങ്ങാണ്. അപ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് വലുപ്പം കൂടാൻ പാടില്ല കേട്ടോ. അതേ ഒരു സൈസിൽ വേണം എല്ലാതും കട്ട് ചെയ്തെടുക്കാൻ. ഒരുപാട് അങ്ങോട്ട് വലുപ്പം കൂട്ടണ്ട. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് പൊട്ടിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴിയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ അതിനായിട്ടൊന്ന് അടച്ചു വയ്ക്കുക. വെള്ളം നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. എണ്ണയിൽ കിടന്നിട്ട് ആണ് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. ഉരുളൻകിഴങ്ങ് ഇത് നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മൾ ഉരുളൻകിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടികളായിട്ട് ഞാൻ ആദ്യം ചേർക്കുന്നത് 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ അതിന് ശേഷം ഒരു 1.5 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഇത് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഈ പൊട്ടറ്റോമ എല്ലാ പൊടികളും ഒന്ന് മിക്സ് ആവണം. എന്നിട്ട് അതിൻ്റെ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് ലോലാക്കി ഇടണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനൊക്കെ. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് അതിൽ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് പൊടികളുടെ. ഇനി അതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വെണ്ടയ്ക്ക. ഒരുപാട് അങ്ങോട്ട് കട്ടി കൂടണ്ട കേട്ടോ. എന്നാൽ ഒരുപാട് അങ്ങോട്ട് കട്ടി തിന്നാവാനും പാടില്ല. ഒരു മീഡിയം സൈസിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. തീരെ കനം കുറഞ്ഞിട്ടും ആക്കരുത് കേട്ടോ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ആ പൊട്ടറ്റോമുള്ള മസാലയും ഈ വെണ്ടയ്ക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം. അത് ജസ്റ്റ് അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിതാ എല്ലായിടത്തും മിക്സാക്കി എടുത്തിട്ട് ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക് ഒന്ന് വേവണം. ആ ഒരു 2-3 പെട്ടെന്ന് വെണ്ടയ്ക്ക് വെന്ത് കിട്ടുമല്ലോ. 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഫ്ലെയിം ലോലിനിട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം തുറന്ന് നോക്കുക. അപ്പോൾ നമ്മളിതാ വെണ്ടയ്ക്കൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ വെണ്ടയ്ക്കയുടെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവുമല്ലോ, അതൊന്നും ഇല്ലാതെ തന്നെ നല്ല ഒറ്റ പോയിട്ട് നല്ല ഫ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തുള്ളി വെള്ളമോ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതാ എന്നിട്ട് കുറച്ചൊരു മീഡിയത്തിൽ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഉരുളൻകിഴങ്ങും വെണ്ടയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈസി റെസിപ്പിയാണ്. നിങ്ങൾ വെണ്ടയ്ക്കും ഉരുളൻകിഴങ്ങും തമ്മിൽ കറിയൊക്കെ വെച്ചിട്ടുണ്ടോ? പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചൂണ്ട കൂടെ ഈ ഒരു പേര് മാത്രം മതി കഴിക്കാൻ. നല്ല സ്പൈസി ആയിട്ട് തന്നെ നല്ല ടേസ്റ്റിലാണ് കഴിക്കാനൊക്കെ. അപ്പോൾ ഒട്ടും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല വെണ്ടയ്ക്ക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമുക്കത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത്ര നമ്മൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.